ഹലോ ഗുഡ് മേറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ചാണ്. 2012-ലും 2014-ലും അതുപോലെ തന്നെ 2024-ലും IPL ട്രോഫി നേടിയ ഒരു ടീമാണ് കിങ് ആൻഡ് ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ നൈറ്റ് റൈഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വെച്ചത്. അങ്ങനെ ഈ 19ാം സീസണിൻ്റെ പ്ലേ ഓഫിൽ എത്തില്ല എന്ന് സാധ്യതയുള്ള ഒരു ടീമുകളിലൊന്ന് KKR ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. കാരണം 2024 ആ ഒരു ടീമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം എസ്പെഷ്യലി ശ്രേയസ് അയ്യരൊക്കെ ടീമിൽ നിന്ന് മാറിയ ശേഷം വളരെ ദുർബലമായൊരു KKR ടീമിനെയാണ് നമ്മളിപ്പോൾ ഈ 2 സീസണിലും കാണുന്നത്. പിന്നെ ആന്ധ്ര റസലിൻ്റെ അഭാവം, കഴിഞ്ഞ സീസൺ കളിച്ചെങ്കിലും വളരെ ഫോമൗട്ടായിട്ടാണ് ആന്ധ്ര റസലിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടത്. പിന്നാലെ ഇപ്പോൾ പരിക്ക് മൂലം 18 കോടിക്ക് വിളിച്ചെടുക്കാൻ മതീഷ പദ്രാണയുടെ ഒരു അഭാവം. IPL മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അനുസരിച്ചായിരിക്കും ഇനി മതീഷ പദ്രാണ KKRന് വേണ്ടി കളിക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ പേസ് ബോളറായ ഹർഷിത് റാണയുടെ ഒരു അഭാവം KKRനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്നത് ആകാശ് ദീപിനും നടുവിന് പരിക്കുന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ സ്ഥിതിയാണ് KKRൻ്റെ ഒരു അവസ്ഥയെ പറ്റി പറയാൻ വെച്ചാൽ. അപ്പോൾ KKR ഫാൻസിന് വളരെ നിരാശാജനകമായൊരു കാര്യം തന്നെയാണ്. ഓൾറെഡി അത്യാവശ്യം മോശം ടീം. ഈ ക്യാമറൺ ഗ്രീനൊക്കെ 24 കോടിക്ക് എന്തിനാണോ വിളിച്ചെടുത്തതെന്ന് നടക്കുന്നത്. കാരണം അത്രയ്ക്കും ഒരു വാല്യൂ കൊടുക്കാനുള്ളൊരു പ്ലെയറൊന്നുമല്ല ക്യാമറൺ ഗ്രീൻ. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ഒരു മത്സരങ്ങളെ അല്ലെങ്കിൽ ഒരു സീരീസിലൊരു പെർഫോമൻസ് നോക്കി ആ ഒരു എമൗണ്ടിനൊക്കെ വിളിച്ചെടുത്തത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ KKR ഒരു മിച്ച സ്റ്റാർക്കിനെ വലിയൊരു തുകയ്ക്കാണ് എടുത്തത് ടീമിലേക്ക്. ആ ഒരു പെർഫോമൻസും കഴിഞ്ഞ സീസണിൽ മിച്ച സ്റ്റാർക്കിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം ക്യാമറൺ ഗ്രീനെ ഇത്രയും തുകയ്ക്ക് എടുത്തിട്ട് ഒരു പ്രകടനം എങ്ങനെ ഉണ്ടാവുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. വെങ്കടേഷ് അയ്യരെ കളഞ്ഞതാണ് KKRന് പറ്റിയൊരു ഏറ്റവും വലിയൊരു അബദ്ധമായി എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സീസണിലെ ഒരു പ്രകടനം വെച്ച് അവർ അങ്ങനെ പുറത്താക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ടീമിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. KKR റിലീസ് ചെയ്ത പ്ലേയേഴ്സ് നോക്കിയാന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഓപ്പണായ ഗുർബാസ്, റഹ്മാനുള്ള ഗുർബാസ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ക്വിൻ്റൻ ഡി കോക്ക്, പിന്നെ കർണാടക പ്ലെയറായ ലൂനിത് സിസോദിയ, അതുപോലെ തന്നെ KKRൻ്റെ തുറുപ്പ് ചീട്ടായിരുന്ന ആന്ധ്ര റസൽ, പുള്ളി IPLന് റിട്ടയർഡായി. അപ്പോൾ ആ ഒരു വിടവ് എന്തായാലും പ്രകടമായിരിക്കും IPL സീസണിലുടനീളം. പിന്നെ അതിൽ തന്നെ ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ മോയിൻ അലി, അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യരെ റിലീസ് ചെയ്താണ് ഒരു മേജർ ഒരു പ്രശ്നമായി തോന്നുന്നത്. അത് RCB പൊക്കി. വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ സീസൺ മോശമായിരുന്നു. അപ്പോൾ ഈ എല്ലാ സീസണും അതുപോലെ ആവണമെന്നില്ലല്ലോ. പിന്നാലെ സൗത്ത് ആഫ്രിക്കൻ ബോളറായ ആൻഡ്രിക് നോട്ടെ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ബോളർ സ്പെൻസർ ജോൺസൺ, ഇന്ത്യൻ ബോളറായ ചേതൻ സക്രിയ, പിന്നെ മായങ്ക് മാർക്കണ്ടേനെ മുംബൈയിലേക്ക് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് KKRൻ്റെ മേജർ റിലീസസ് എന്ന് പറയുന്നത്. KKR 2026 ഓപ്ഷനിൽ വിളിച്ചെടുത്ത താരങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ക്യാമറൺ ഗ്രീന്. അതായത് IPL ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ബൈ തന്നെയാണ് ഒരു വിദേശ താരത്തിന് കിട്ടുന്നത്. ഏകദേശം 25.2 കോടി രൂപയ്ക്കാണ് KKR ക്യാമറൺ ഗ്രീനെ വിളിച്ചെടുത്തത്. പിന്നെ അതുതന്നെ ശ്രീലങ്കൻ പേസർ മതീഷ പദ്രാണ 18 കോടിക്കാണ് KKR തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്ലെയറാണ്, സൗത്ത് ഡൽഹിയിലൊക്കെ കളിച്ച് ഉള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററായ തേജസ്വി സിംഗിനെ 3 കോടി രൂപയ്ക്കും, കാർത്തിക് ത്യാഗിയെ 30 ലക്ഷം രൂപയ്ക്കാണ് ബേസ് പ്രൈസായ 30 ലക്ഷത്തിനാണ് KKR തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചത്. ബംഗ്ലാദേശ് പേസറായ മുസ്തഫിസൂറിനെ KKR ലേലത്തിനെടുത്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ കാരണം മുസ്തഫിസൂറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് ബംഗ്ലാദേശൊക്കെ T20 വേൾഡ് കപ്പ് കളിക്കാണ്ടിരുന്നത്. മുസ്തഫിസൂറിനെ ഒഴിവാക്കിയ ഒരു ഇഷ്യൂ കാരണം അതിന് പകരം സിംബാബ്വൻ പേസറായ മുസർബാനിനെ KKR ടീമിലെത്തിച്ചിട്ടുണ്ട്. നമ്മളൊരു താരത്തിന് കൂടി വിട്ടുപോയിട്ടുണ്ട്. ന്യൂസിലാൻഡ് ബാറ്റിംഗ് ഓപ്പണറായ ഫിന്നലനെ 2 കോടിക്ക് KKR ടീമിലെത്തിച്ചിട്ടുണ്ട്. എനിക്ക് KKRൻ്റെ ഒരു ഓപ്ഷനിലെ ഏറ്റവും ഒരു ആശ്വാസം തോന്നിയ ഒരു കാര്യം ഫിന്നലനെ ടീമിലെത്തിച്ചിട്ടുണ്ടെന്നാണ്. ഏറ്റവും നല്ലൊരു പിക്കായി തോന്നിയത് ആ ഒരു ബൈ തന്നെയാണ്. അപ്പോൾ
2 കോടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈയാണ്. ഫിന്നലൻ T20 വേൾഡ് കപ്പിലൊക്കെ നല്ല കളി കളിച്ചു, ഒരു സെഞ്ചുറി ഒക്കെ അടിച്ച് 37 ബോളിലങ്ങാണ്ട് ഒരു സെഞ്ചുറി ഒക്കെ നേടി നല്ല ഞെരുപ്പ് ഫോമിലാണ് ഫിന്നലൻ. അപ്പോൾ ആ ഒരു ടീമൊക്കെ വെച്ച് KKR എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ KKRൻ്റെ ഫുൾ സ്ക്വാഡ് നമുക്ക് ക്യാപ്റ്റനായി വരുന്നത് അജിങ്ക്യ രഹാനെയാണ്. പിന്നെ മനീഷ് പാണ്ഡെ ഉണ്ട്, വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായി റോമൻ ബൗമലുണ്ട്, കുഴപ്പമില്ല. ആംഗ്രീഷ് രഘുവൻഷ് ഉണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, ഫിന്നലൻ നേരത്തെ പറഞ്ഞു, രാഹുൽ ത്രിപാഠി ഉണ്ട്, സർത്തക് രാജൻ. ഇവരാണ് KKRൻ്റെ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിൽ വരുന്ന ടീമുകൾ. പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് രമൺദീപ് സിംഗ് ഉണ്ട്, അങ്കുൽ റോയ് ഉണ്ട്, ക്യാമറൺ ഗ്രീൻ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ക്യാമറൺ ഗ്രീൻ. അതുപോലെ തന്നെ രജിൻ രവീന്ദ്ര, ചെന്നൈയിൽ നിന്ന് പുറത്തുപോയ രജിൻ രവീന്ദ്ര ഉണ്ട്, സുനിൽ നാരായൺ ഓൾറെഡി KKR ടോപ്പ് ചെയ്തിട്ടായ സുനിൽ നാരായൺ. അതുപോലെ തന്നെ ഡക്ഷ് കമാര, വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ടിം സിഫർട്ട് ഉണ്ട്, തേജസ്വി ദാഹിയ ഉണ്ട്, ബൗളേഴ്സായിട്ട് വൈഭവ, ഉമറ മാലിക്, വരുൺ ചക്ര. ഉമറ മാലിക് അറിയില്ല, നല്ല പേസ് ഉണ്ട്, പക്ഷേ എത്രത്തോളം പെർഫോം ചെയ്യുന്നൊന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്ലെയറാണ് ഉമറ മാലിക്. അതുപോലെ വരുൺ ചക്രവർത്തി, പ്രശാന്ത് സോളങ്കി, കാർത്തിക് ത്യാഗി, മദീഷ പദ്രാന, ബ്ലെസ്സിംഗ് മുസബാനി എന്നൊക്കെയാണ് KKRൻ്റെ ബോളിംഗ് നിലയിൽ വരുന്ന ടീമുകൾ. അപ്പോൾ ഈ ഒരു ടീം വെച്ച് അവർ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് അറിയില്ല. കാരണം ഒരു മെയിൻ വരുൺ ചക്രവർത്തി ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു പേസ് ബോളിങ്ങിലേക്ക് വരുമ്പോൾ മദീഷ പദ്രാനയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലെസ്സിംഗ് മുസബാനിയും കുഴപ്പമില്ല. പക്ഷേ IPLൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കളിക്കാനുള്ളൊരു പ്ലെയർ കൊൽക്കത്തൻ ബോളിങ്ങിൽ കാണുന്നില്ല. അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ KKRൻ്റെ ആദ്യ 4 മത്സരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ആദ്യ മത്സരം വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ് മാർച്ച് 29-ന്. പിന്നാലെ സൺറൈസേഴ്സായിട്ട് ഏപ്രിൽ 2-നും, പഞ്ചാബ് കിങ്സായിട്ട് ഏപ്രിൽ 6-നും, ലക്നൗ സൂപ്പർ ജയൻസായിട്ട് ഏപ്രിൽ 9-നുമാണ് ഇപ്പോൾ നിലവിൽ KKRൻ്റെ മത്സരങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 4 മത്സരങ്ങളുടെ KKRൻ്റെ ഒരു പ്രകടനം എങ്ങനെയുണ്ടാവും നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷങ്ങളായി വീണ്ടും കാണാം. അത് കഴിഞ്ഞു ബൈ.